നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേളയിൽ കലോത്സവ നടത്തിപ്പിനെ വലിയ രീതിയിൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് വി ഡി സതീശൻ നടത്തിയ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടതാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇച്ഛാശക്തിയെ പറ്റിയൊക്കെ അദ്ദേഹം നടത്തിയ പല പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. അന്ന് പ്രതിപക്ഷ നേതാവിനോട് ഒരുപാട് ബഹുമാനം തോന്നി. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചില സത്യങ്ങൾ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്യണം, ചില സത്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. എന്തായാലും അന്ന് ആ വേദിയിൽ നടന്നത് അതായിരുന്നുവെങ്കിൽ ഇന്ന് സഭയിൽ വി ഡി സതീശന്റെ അതായത് ഭരണം പിടിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, ചില അധിക്ഷേപങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആ സീറ്റിലിരിക്കാൻ താങ്കൾ ഒട്ടും അർഹനല്ല എന്ന് തോന്നിപ്പോയി. ഒരു കവലച്ചട്ടമ്പി പോലും പെരുമാറാത്ത രീതിയിലാണ് ഇന്ന് സഭയിൽ വി ഡി സതീശൻ ശൂന്യവേളയിൽ ചില രീതിയിലുള്ള പ്രതികരണങ്ങൾ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ, മന്ത്രിസഭയ്ക്കെതിരെയൊക്കെ നടത്തിയത്. അദ്ദേഹം പറയുന്നു, മന്ത്രിയാകാൻ യാതൊരു യോഗ്യമില്ലാത്ത ആളാണ് വി ശിവൻകുട്ടി. വി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന സമയത്ത് പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ അത് ഗതികേടാണ് എന്ന രീതിയിൽ പറയുന്നു. മാത്രമല്ല എക്സൈസ് മന്ത്രി വല്ലതും ആയിരുന്നുവെങ്കിൽ ബോധമില്ലായിരുന്നു എന്നെങ്കിലും ഒക്കെ പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിച്ചു മന്ത്രി വി ശിവൻകുട്ടി എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹം മന്ത്രിസഭയെ വിവരദോഷികളാണ് മുഴുവൻ ഈ മന്ത്രിസഭയിൽ ഉള്ളത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടൊക്കെ കടന്നാക്രമിക്കുന്ന കാഴ്ചകൾ കൂടി കാണാനിടയായി. ഈ വി ഡി സതീശൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ ആ വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇന്ന് എത്രമാത്രം മുന്നോട്ട് പോയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. യു ഡി എഫിന്റെ ഭരണകാലത്ത് നിങ്ങൾ പല സ്കൂളുകളും അടച്ചുപൂട്ടി, പല സ്കൂളുകളിലെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിശ്ചലമാക്കി കളഞ്ഞു. അന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പാഠപുസ്തകം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ടേക്ക് വന്നു. ഇന്ന് കുട്ടികൾക്ക് കറക്റ്റായിട്ട് പാഠപുസ്തകം കിട്ടുന്നുണ്ട്. നിങ്ങൾ അടച്ചുപൂട്ടാൻ ശ്രമിച്ച സ്കൂളുകളെല്ലാം തുറന്നൊരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലേക്ക് പല സ്കൂളുകളും ഇന്ന് മാറിയിരിക്കുന്നു. ലോകത്തിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള മാതൃക നമ്മുടെ ഈ കൊച്ചു കേരളം സൃഷ്ടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതാണ്. ഇതിന്റെയൊക്കെ ഒരു ക്രെഡിറ്റ് അത് വി ശിവൻകുട്ടിക്ക് കൂടി അർഹതപ്പെട്ടതാണ്. ആ സമയത്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചില പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ തലക്കെട്ടാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള വഷള വർത്തമാനങ്ങൾ ഇരുന്ന് പറയുന്നത്. പണ്ട് വി ഡി സതീശൻ തന്റെ ഫേസ്ബുക്കിൽ ഒരാൾക്ക് ഒരു ചുരുളി വർത്തമാനത്തിൽ മറുപടി കൊടുത്തല്ലോ, അതാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. താങ്കൾ ഇപ്പോ ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരുപാട് മികച്ച പ്രതിപക്ഷ നേതാക്കൾ ഇരുന്നിട്ടുള്ള കസേരയിലാണ് താങ്കളെപ്പോലുള്ള ഒരാൾ ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നിപ്പോകുന്നു എന്ന് പറയാതെ വയ്യ. ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കാൻ പോലും താങ്കൾക്ക് സത്യം പറഞ്ഞിട്ട് ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സംസ്ഥാനത്തിനെതിരായി നിന്നുകൊണ്ട്, സംസ്ഥാനത്തിന്റെ വികസനത്തിനെതിരെ നിന്നുകൊണ്ട്, ഈ നാടിന്റെ എല്ലാ വികസനങ്ങളുടെയും കടക്കൽ കത്തിവെച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് ഇരുന്ന് താങ്കൾ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ, ഇതൊക്കെ ജനം കണ്ണു തുറന്ന് തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും വിവരദോഷികളാണത്രേ. വി ഡി സതീശൻ വിവരദോഷി എന്ന് വിളിച്ച ആ മന്ത്രിമാർ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് ഈ ജനങ്ങൾ രണ്ടാമതും ഈ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴും വി ഡി സതീശൻ ഇതൊന്നും പഠിക്കുന്നില്ല. മാത്രമല്ല സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പണ്ട് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് വിവരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് വി ശിവൻകുട്ടി പറയാനിടയായ സാഹചര്യം എന്താണ്? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പ്രതികൾക്കൊപ്പം ഒരു രാഷ്ട്രീയ നേതാവ് നിൽക്കുന്ന ചിത്രം എവിടെയാണ് കണ്ടിട്ടുള്ളത്? അത് സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം, അല്ലെ അവിടെ സോണിയാഗാന്ധി ഒപ്പമുള്ള ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഫേക്ക് അല്ല, AI അല്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ എത്ര കഷ്ടപ്പാടാണ്, എത്ര രീതിയിലുള്ള കാറ്റഗറി സുരക്ഷകൾ കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുക. അങ്ങനെ അവിടെ പോറ്റിയും സംഘവും ആ കള്ളക്കൂട്ടങ്ങൾ ഒരു കയ്യിൽ എന്താണ് കെട്ടിക്കൊടുക്കുന്നത്? ചരട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പൊ ഈ കള്ളന്മാരായി സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി എന്താണ് സോണിയയ്ക്ക് ബന്ധം എന്ന് ചോദിക്കട്ടെ? അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണെന്ന് അയ്യപ്പ എന്ന് പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന സമയത്ത് അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ എന്തായാലും സർക്കാർ ശ്രമം നടത്തണ്ടേ? അപ്പൊ അത് ഇവിടെ നടന്നു. ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സോണിയാഗാന്ധി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സോണിയാഗാന്ധിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എന്താണ് സത്യമെന്ന് അറിയണ്ടേ? അപ്പോ ഒരു അന്വേഷണം നടക്കണ്ടേ? അവരെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാലും അറസ്റ്റ് ചെയ്യുമെന്നേ. അതിനെന്തിനാണ് വി ഡി സതീശൻ ഇത്രയധികം ഭയപ്പെടുന്നത്? എന്തായാലും വി ഡി സതീശന്റെയും സംഘത്തിന്റെയും ഒക്കെ ഈ ഒരു അസഹിഷ്ണുതയൊക്കെ എന്താണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തെളിവുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഉടനീളം കോൺഗ്രസ് പ്രതിസ്ഥാനത്താകുന്ന, കോൺഗ്രസ് പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോ പോറ്റിയെ കയറ്റിയ പാട്ടൊന്നും പാടാതിരിക്കുന്നത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി അടിപൊളി ഒരു കമന്റ്, നല്ല അടിപൊളി ഒരു പ്രതികരണം വി ഡി സതീശനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് പറയാനുള്ളത്, കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് വളരെ മോശം പരാമർശം വി ഡി സതീശനിൽ നിന്നുണ്ടായി. 10 വർഷം കൊണ്ട് 9,000 കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാൻ
ഞാൻ സതീശനെ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രാജ്യത്തുണ്ടല്ലോ, അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? എന്നെ സംഘപരിവാറുമായി കൂട്ടിക്കെട്ടാൻ വി ഡി സതീശൻ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. BJP-യുടെ അക്കൗണ്ട് നേമത്ത് LDF പൂട്ടിച്ചപ്പോൾ ആരായിരുന്നു സ്ഥാനാർത്ഥി എന്ന് സതീശൻ ഓർക്കണം. ആ വേല കയ്യിലിരുന്നാൽ മതി. ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നട്ടല്ലു വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ല, അത് വി ഡി സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പേര്. ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല. സ്വന്തം മണ്ഡലത്തിലെ ആളെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാൽ അറക്കുന്ന രീതിയിൽ പച്ചത്തെറി വിളിച്ച ആളിന്റെ പേരും വി ഡി സതീശൻ എന്നാണ്. ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ കുറിച്ചുള്ള വാർത്തകൾ വന്നത് ഞാൻ പറഞ്ഞിട്ടല്ല. ഇത് സംബന്ധിച്ച് പൊതുമണ്ഡലത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ശബരിമലയുടെ പേരിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലൂടെ പുറത്തു വരുന്നത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലെ ഒന്നാം പ്രതിയും മോഷണം മുതൽ വാങ്ങിയ ആളും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇത് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് ദുരൂഹതകളുടെ ഒരു മഹാമേരുവാണ്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടത് നിയമപരമായി തന്നെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള വ്യക്തികളിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരെ കാണാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. SPG ക്ലിയറൻസ് ഇല്ലാതെ, ഉന്നത നേതാക്കളുടെ ശുപാർശയില്ലാതെ ആർക്കും അവരെ കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ക്രിമിനൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ സ്വർണ്ണച്ചരട് കെട്ടിക്കൊടുക്കാൻ മാത്രം അടുപ്പമുള്ളവരായി മാറി? ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേസിലെ പ്രതികൾക്ക് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്താലാണ്? അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ ക്രിമിനലുകളെ സോണിയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്തിനാണ്? പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന ഈ ഇടപാടുകളിൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുക തന്നെ വേണം. സോണിയാഗാന്ധി മുമ്പ് MP ആയിരുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ കടയിലാണ് ശബരിമലയിലെ മോഷണ സ്വർണം വിറ്റതെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ബെല്ലാരി കണക്ഷൻ കേവലം യാദൃച്ഛികമല്ല. ഹവാല ഇടപാടുകളോ സ്വർണ്ണക്കടത്തോ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. SPG വലയം ഭേദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിൽ കയറിയിറങ്ങിയത് ആരുടെ ഒത്താശയോടെയാണ്? 2, സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു ബിസിനസ് ഉണ്ടോ? അതുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോ? 3, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കവറിൽ എന്തായിരുന്നു? അത് അടൂർ പ്രകാശിന് നൽകിയ പ്രതിഫലമായിരുന്നോ? 4, കോൺഗ്രസ് ഭരിച്ച ദേവസ്വം ബോർഡ് ഭരണസമിതി എന്തിനാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത്? ശബരിമലയിലെ സ്വർണം കവർന്നവർക്ക് തണലൊരുക്കുന്ന കോൺഗ്രസ് നിലപാട് ലജ്ജാകരമാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തുന്ന SIT അന്വേഷണത്തെ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? ഈ കേസിൽ ഉന്നതരായ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരാൻ സോണിയാഗാന്ധിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അന്വേഷണ സംഘത്തിലുണ്ട്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്കും അവർക്ക് കുട പിടിച്ചവർക്കും കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി നുണകളുടെ ഒരു പരമ്പര തന്നെ പടച്ചുവിടുകയാണ്. വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പുനർജനി കേസും ലണ്ടൻ യാത്രയും പുനർജനി കേസിൽ വിജിലൻസ് തന്നെ കുറ്റമുക്തനാക്കി എന്നാണ് സതീശന്റെ വാദം. എന്നാൽ വസ്തുത മറിച്ചാണ്. കൂടാതെ ലണ്ടനിൽ പോയി പിരിവ് നടത്തിയിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ വാദവും സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ്. വിദേശ യാത്രകളുടെയും പണ്ട് നടത്തിയ പിരിവുകളുടെയും രേഖകൾ ജനസമക്ഷം ഉള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയിലെ ഇരട്ടത്താപ്പ്. വിഴിഞ്ഞം സമരം ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. വയനാട് പുനരധിവാസവും രാഷ്ട്രീയ നാടകവും. വയനാട്ടിൽ നിർമ്മിക്കുന്ന വീടുകളിൽ 300 എണ്ണം കോൺഗ്രസ് നൽകുമെന്ന അവകാശവാദം വെറും വാചക കസർത്ത് മാത്രമാണ്. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന സതീശൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് UDF നേതാക്കൾ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിനുള്ള തെളിവുകൾ ലഭ്യമാണ്. സഭയിലെ കള്ളങ്ങൾ. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആക്രമിച്ചു എന്ന് സതീശൻ തട്ടിവിട്ടു. എന്നാൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് തിരുവഞ്ചൂർ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത തകർന്നു. വർഗീയതയും രാഷ്ട്രീയ ബന്ധങ്ങളും. ഗോൾവാക്കർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കാൻ VS അച്യുതാനന്ദന്റെ പേര് വലിച്ചഴക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. 2013 RSS ചടങ്ങിൽ സതീശൻ പങ്കെടുത്തത് വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും CPM-നെ കുറിച്ചും അദ്ദേഹം നടത്തുന്ന 42 വർഷത്തെ കണക്കുകൾ ചരിത്രത്തെ വികലമാക്കുന്നതാണ്. പറവൂരിലെ ഇരട്ട മുഖം സ്വന്തം മണ്ഡലത്തിൽ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സർക്കാരിനെ പുകഴ്ത്തുകയും പിന്നീട് വിവാദമായപ്പോൾ പ്രസംഗിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്ത സതീശൻ പ്രസംഗിക്കുന്ന വീഡിയോ
പുറത്തു വന്നതോടെ വീണ്ടും നാണം കെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ സതീശൻ ഇറങ്ങു മേടിച്ചു എന്നാണ് പറയാനുള്ളത്. വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്വയം കുത്തി അങ്ങ് നാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.